ഒരുപക്ഷെ PGക്ക് പഠിച്ചു കഴിഞ്ഞ് 82-ന് ശേഷം അത് ഇങ്ങനെ ഒരു ഡിമിനിഷിങ് ഫേസ് എന്ന് പറയണം. അതുപോലെ ഒരു 84-85 ആയപ്പോൾ ഒരുപക്ഷെ ജീവിതത്തിൻ്റെ വ്യാകുലതകളും ജീവിതത്തിൽ എന്തായി തീരണം, എങ്ങനെയായി തീരണമെന്ന് പറയുന്ന വ്യഗ്രതയോടെയുള്ള ഒരു പാച്ചിൽ, ആനന്ദം ലഭിക്കാനായി ഇരുന്ന് വായിക്കാനുള്ള മനസ്വസ്ഥത നഷ്ടപ്പെടുന്നു. വായിക്കുമ്പോൾ ഫോക്കസ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഒരു പ്രയോറിറ്റി എന്ന് പറയുന്നത് പതുക്കെ അങ്ങ് തിന്നായി, ഡൈല്യൂട്ടായി, ഇല്ലായ്മയിലേക്ക് പോയി. വായിച്ചിരുന്ന കാലം അത്രയും കൺട്രി റിട്ടൺ ഇൻ എ ചർച്ച് യാർഡ് അല്ലേ, LG റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച് യാർഡ്. കീറ്റ്സ് ആയാലും മിൽട്ടൺ ആയാലും വേർഡ്സ്വർത്ത് ആയാലും ടിൻറ്റൺ ആബി ലൈൻസ് ഒക്കെയാണ് ഇപ്പോഴും ഹൃദയത്തിലും ഒരുപക്ഷെ പ്രായത്തിലുമൊക്കെ ഇപ്പോഴും ശക്തമായി അടിച്ചേൽപ്പിക്കുന്ന റൊമാൻറ്റിസിസം. ഇതൊക്കെ ലഭിച്ചതെല്ലാം ഇംഗ്ലീഷ് സാഹിത്യത്തിൽ നിന്നാണ്. പഠിച്ചതും അതാണ്. കുറ്റം പറഞ്ഞുകൂടാ. ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിച്ച് എടുത്ത അച്ഛനമ്മമാർക്ക് നന്ദി മാത്രമേ പറയുവാൻ സാധിക്കൂ. ഹിന്ദിയും പഠിച്ചിരുന്നു. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വൈരുദ്ധ്യം. ഒരുപക്ഷെ എന്നെ ഇങ്ങനെ ഒരു ചടങ്ങിന് ക്ഷണിക്കുമ്പോൾ, പുസ്തക പ്രകാശനം കേരളത്തിൽ വിളിക്കുമ്പോൾ, അതൊരു മലയാള രചന ലോകത്തിന് മുമ്പിൽ ആദ്യമായി തുറന്നു കാണിക്കുന്നു, തുറന്നു കൊടുക്കുന്നു, അതിൻ്റെ വാതായനങ്ങൾ എന്ന് പറയുന്ന ചിന്ത എന്നെ കൊണ്ട് സഫലീകൃതമാവുമോ എന്ന് പറയുന്ന സംശയമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. വൈരുദ്ധ്യമാണ്. കാരണം ഞാൻ മലയാളം പഠിച്ചിട്ടില്ലാത്ത ആളാണ്. അക്ഷരമാല കണ്ടിട്ടേയില്ല. ആകെക്കൂടി അറിയാവുന്ന ഒരു കഥ അല്ലെങ്കിൽ അക്ഷരങ്ങൾ ആനയും തയ്യൽക്കാരനും. ആ സൂചി വെച്ച് കുത്തുകൊടുത്തതും അല്ലെ, പഴം കൊടുത്ത് അവസാനം ഒരു സൂചി വെച്ച് കുത്തുകൊടുത്തതും പിന്നെ വെള്ളം നിറച്ചുകൊണ്ടുവന്ന് നനച്ചതും. ഈ കഥ അത് ഒരുപാട് ആനന്ദം പകരുന്നതായതുകൊണ്ട് അതിലെ അക്ഷരങ്ങളെല്ലാം അറിയാം. പക്ഷെ മലയാളത്തിനേക്കാൾ വേഗത്തിൽ തമിഴ് പഠിച്ചു. കാരണം തമിഴ് സിനിമയായിരുന്നു മോഹം. ചെന്നൈയിൽ ചെന്ന് ഈ നേരത്തെ പറഞ്ഞ 4 വർഷക്കാലത്തെ സ്ട്രഗിളിൽ 2.5-3 വർഷം ടഫായി. 1 meal a day or 1 meal. പിന്നെ കുടുംബത്തിലും ഒരു തമിഴ് ഒരു ബ്ലഡ് ലൈൻ ഉണ്ട്. DNA-യിൽ തന്നെ പതിഞ്ഞാണ്. അച്ഛൻ തമിഴ് സിനിമകളുടെ ഡിസ്ട്രിബ്യൂട്ടർ ആയിരുന്നത് കൊണ്ട് അമ്മയും അച്ഛനും ഒക്കെ ഫോണിൽ കൂടി ഈ ബിസിനസ് സംബന്ധമായ വർത്തമാനങ്ങൾ നടത്തുമ്പോൾ മുഴുവൻ തമിഴിലായതുകൊണ്ട് ആ ആക്സെൻറ്റും അതിൻ്റെ ഇൻറ്റർനേഷനും ഒക്കെ സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ കൃത്യമായിട്ട് പകർന്നു കിട്ടിയതാണ്. അപ്പോൾ മലയാളം എന്ന് പറയുന്നത് വീട്ടിൽ സംസാരിക്കുന്ന ഭാഷ എന്ന നിലയിൽ ഞാൻ ഇന്ന് സംസാരിക്കുന്നതിനേക്കാൾ വളരെ മോശപ്പെട്ട മലയാളമാണ് അന്ന് സംസാരിച്ചിരുന്നത്. കാരണം മലയാളത്തിൽ സംസാരിച്ചാൽ 5 പൈസ മുതൽ 25 പൈസ വരെ സ്കൂളിൽ ഫൈൻ അടച്ചിട്ടുള്ള വർഗത്തിൽപ്പെടുന്ന ഒരു ആംഗ്ലേയ വിദ്യാലയത്തിൽ പഠിച്ച വിദ്യാർത്ഥിയും കൂടിയാണ്. ഇന്നതൊക്കെ നിയമപരമായി തന്നെ ചോദ്യം ചെയ്യപ്പെടും. സോഷ്യൽ മീഡിയ റക്കസ് അതുകൊണ്ടുണ്ടാവും അല്ലേ, കാണുന്നില്ല എന്തൊക്കെയാണ് സ്കൂളിൽ സംഭവിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മോചനം ഉണ്ടായിട്ടുണ്ടെങ്കിലും ഞാൻ പറയുന്ന ഒരു സർട്ടൻ ഡിസിപ്ലിൻ ഹാസ് ടു ബി എൻഫോഴ്സ്ഡ്. ആ എൻഫോഴ്സ് ചെയ്യപ്പെടുന്ന ഒരു ഡിസിപ്ലിൻ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ അത് ഗുണകരമായിട്ട് വന്ന് ഭവിക്കണം. എനിക്ക് ഭാഷാ പരിജ്ഞാനത്തിൻ്റെ കാര്യത്തിൽ ഒരുപക്ഷെ അങ്ങനെ ഒരു എൻഫോഴ്സ്ഡ് ആയിട്ടുള്ള ഡിസിപ്ലിൻ ഉള്ളത് കൊണ്ട് ആംഗ്ലേയത്തിലായാലും ഹിന്ദിയിലായാലും പിന്നെ സ്വയമേ പഠിച്ച് ഉയർത്തിയ തമിഴിൽ ഒരു കഴിവും ഒക്കെ എനിക്ക് സ്വായത്തമാക്കാൻ സാധിച്ചു. മലയാള സിനിമയിൽ വന്നിട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ നല്ല മലയാളം സംസാരിക്കാൻ പഠിപ്പിച്ചത് എൻ്റെ ആദ്യ ഗുരു ശ്രീ MT വാസുദേവൻ നായരാണ്. എൻ്റെ ഗുരുസ്ഥാനം എന്ന് പറയുന്നത് അത്രയും മഹത്തരമായതുകൊണ്ട് എനിക്ക് മലയാളം എന്ന് പറയുന്നത് ഒരുപക്ഷെ നന്നായി സംസാരിക്കാൻ കഴിയുന്നു എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അത് വലിയൊരു അഭിമാനത്തോടെ തന്നെയാണ് ഞാൻ കരുതുന്നത്. എങ്കിലും ഒരു ധൈര്യക്കുറവുള്ളതിൻ്റെ പേരിലാണ് ഒരു 5 പേജ് സ്പീച്ച് ഞാൻ പ്രിന്റ് ചെയ്ത് തന്നെ കൊണ്ടുവന്നത്. ഇത് നോക്കി വായിക്കുന്നതാണ് സേഫ് എന്ന് തോന്നും. കാരണം ഇതൊരു സാഹിത്യ രചനയും അതിൻ്റെ വിളംബരവുമായി ബന്ധപ്പെട്ട ഒരു വർത്തമാനം എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഫെയിൽ ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു നിർബന്ധം.
പക്ഷെ എങ്കിലും ശ്രീകുമാരി അമ്മ വളരെ ലളിതമായി സംസാരിക്കുന്നത് കേട്ടപ്പോൾ എനിക്ക് തോന്നി എനിക്ക് ലൈസൻസായി അതിലും ലളിതമായി സംസാരിക്കാൻ സാധിക്കണം. അതുകൊണ്ട് ഞാനിത് പാടെ ഒഴിവാക്കുകയാണ്. ദി ഫോറെവർ ഗ്രീൻ ലോർ ആൻഡ് ലെജൻഡ്സ് ഓഫ് കേരള. ഈ പുസ്തകം ഇതിൽ പ്രതിപാദിക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് നമ്മൾ അഗാധമായി ചിന്തിക്കുകയാണെങ്കിൽ വൈ ഇൻ ഇംഗ്ലീഷ്? എന്തിന് ഈ രചന ഇംഗ്ലീഷിൽ സംഭവിക്കണം എന്ന് വൈരുദ്ധ്യമാണ് ഞാൻ പിന്നെയും പറയുന്നത്. ഇത് കാണുകയും വായിക്കാൻ തയ്യാറെടുക്കുന്ന ഒരാളും വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഉള്ള വായനക്കാരും ശക്തമായി ശബ്ദമുയർത്തി ചോദിക്കേണ്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇതിൻ്റെ എഴുത്തുകാരി തന്നെ ആദ്യം ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നതാണ് ഈ എഴുത്തിലെ വൈരുദ്ധ്യം. ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടോ? പക്ഷെ അതിന് മതിയായ കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 25 പൈസയും 50 പൈസയും അല്ലെങ്കിൽ ഇപ്പൊ ചിലപ്പോൾ അതൊരു 50 രൂപയും 100 രൂപയുമായിട്ട് അതിനുള്ള പെനൽറ്റി എന്ന് പറയുന്ന ഒന്ന് അത് ശക്തമായിരുന്ന കാലമായിരുന്നെങ്കിൽ അങ്ങനെ ഒരു ശ്രേണിയിൽപ്പെടുന്ന കുഞ്ഞുങ്ങൾക്ക് പഴയ കേരളത്തിന്റെ സാംസ്കാരികതയുടെ മൂല്യം ഒട്ടും ചോർന്നു പോകാതെ എത്തിച്ചു കൊടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് അതിന്റെ ഫലം, എഴുത്തിന്റെ ഫലം പൂർണ്ണമാക്കുവാൻ വേണ്ടിയാണ് ഇത് ആംഗ്ലേയത്തിൽ രചന കുറിച്ചിരിക്കുന്നതെന്ന് ആയമ്മ പറഞ്ഞപ്പോൾ ഒന്ന് വണങ്ങാൻ മാത്രമാണ് തോന്നുന്നത്. നമ്മളെല്ലാവരും മക്കളെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ അയച്ച് പഠിപ്പിക്കണമെന്ന് വിചാരിക്കുന്നിടത്ത് എനിക്ക് ഇന്നലെ വട്ടവടയിൽ ചെന്നപ്പോൾ അവിടുത്തെ അമ്മമാരാണ് അവർക്ക് വേണ്ടി സംസാരിച്ച വ്യക്തി പറഞ്ഞത്, ഒരു 30-35 വയസ്സുള്ള ഒരു സ്ത്രീ, ഒരമ്മ വന്ന് പറഞ്ഞത്, ഞങ്ങൾക്കിവിടെ വട്ടവട എന്ന് പറയുന്നത് ദി അതർ സൈഡ്, ദി തമിഴ്നാടു സൈഡ് ഓഫ് കേരളാസ് വട്ടവട, മൂന്നാർ താണ്ടി 1.5 മണിക്കൂർ പോയി അവിടെ നിന്ന് നമുക്ക് കാണാവുന്നത് കമ്പം തേനി, ബോധി നായ്ക്കനൂർ, ബോധിമേടൊക്കെ കാണാം രാത്രിയായി കഴിഞ്ഞാൽ. അങ്ങനത്തെ സ്ഥലമാണ്. കൃഷിയെ അവലംബിച്ചും വിശ്വസിച്ചും മാത്രം ജീവിക്കുന്ന ഒരു സമൂഹം. അതിദരിദ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ താമസിക്കുന്ന ചുറ്റുപാടുകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്നും സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു കുടിലിൽ താമസിക്കാനുള്ള യോഗ്യത പോലും ഇല്ലെന്ന് തോന്നിപ്പോ. അത്രയും തലകുനിപ്പിക്കുന്ന തരത്തിലുള്ള ജീവിതാന്തരീക്ഷം. ഞാൻ അഭിമന്യുവിന് ധാർമ്മികമായി കൊല ചെയ്ത കാലഘട്ടത്തിൽ 2017 വട്ടവടയിൽ പോയി ഈ അന്തരീക്ഷം കണ്ടതാണ്. അന്ന് ലൈഫ് മിഷനിൽ ഈ വീട് മുഴുവൻ ഞങ്ങൾ 400 ചില്ലുവാനം കുടുംബങ്ങൾക്കുള്ള വീട് പണിത് കൊടുക്കും എന്ന് പറഞ്ഞതിനേക്കാൾ ദരിദ്രമായ അവസ്ഥയിലാണ് ഇന്ന് അവിടെ നിലനിൽക്കുന്നത്. ഞാൻ രാഷ്ട്രീയം പറയല്ല. അപ്പോ അവിടെ ചെന്ന് നിന്നപ്പോൾ ഈ അമ്മമാർ പറഞ്ഞ ആവശ്യങ്ങളിൽ ആശുപത്രി, ഒരു ഫാമിലി ഹെൽത്ത് സെന്റർ ഉള്ളതൊന്ന് ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ആക്കി തരണം. അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ വന്നാൽ അതിലുണ്ടാകുന്ന സൗകര്യ കൂടുതലുകളെ കുറിച്ച് ഒരു 2ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ മാത്രം പോകാൻ ഉള്ള സൗകര്യങ്ങളുള്ള ഒരു സമൂഹം. ആ സമൂഹത്തിലെ ഏറ്റവും മുതിർന്ന വനിതയാണ് ഈ പറഞ്ഞ 35 വയസ്സുകാരി. പറയുന്നത്, ഞങ്ങൾക്കൊരു മലയാളം മീഡിയം സ്കൂൾ ഇവിടെ വേണം. ഞാൻ അവരോട് പറഞ്ഞു, എനിക്കിത് എങ്ങനെ സാധിക്കും? ഇത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഹയർ എഡ്യൂക്കേഷൻ ആയാലും ശരി തന്നെ, UGCയുടെ ഒക്കെ എന്താണ് കെട്ടുപാടുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു സ്റ്റേറ്റ് സബ്ജക്റ്റാണ്. ഈ മലയാളം മീഡിയം സ്കൂൾ എന്തിനാണ് നിങ്ങൾക്ക്? നിങ്ങൾ തമിഴ് പഠിച്ചാൽ പോരെ? തമിഴ് മീഡിയം സ്കൂളേ അവിടെ ഉള്ളൂ. പറഞ്ഞു, സാർ ഇത് കേരള, ഇങ്ങ മലയാളം കற்றுக்கணும், மலையாளம் தெரிஞ்சாதான் நாங்க மலையாளி, எங்களுக்கு கேரளாவில் வேலை கிடைக்கும். மலையாளம் സർട്ടിഫിക്കറ്റ് വേണം, ഇല്ലെങ്കിൽ ജോലി കിട്ടില്ല. അപ്പോൾ ഒരു ഭാഷയുടെ മേൽ നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് ഏത് ദിക്കിലാണ് നിഷ്കർഷിക്കപ്പെടുന്നത്? അവർക്ക് തമിഴ് പഠിച്ച് തമിഴ്നാട്ടിൽ പോയി ജോലി ചെയ്യാനൊക്കത്തില്ല. അവിടെയും ഈ പറയുന്ന എന്താ സ്റ്റേറ്റ്ഹുഡ് അല്ലേ, ഡൊമിസിലിറ്റി വിൽ ബി ക്വസ്റ്റ്യൻ. അപ്പൊ ഈ വിഷയം തരണം ചെയ്യാൻ ഞങ്ങൾക്കൊരു മലയാളം സ്കൂൾ വേണമെന്നിടത്താണ് ഞാൻ ആ ഒരു കമന്റ് പറഞ്ഞത്. അത് പക്ഷേ മനസ്സിലാക്കണമെങ്കിൽ
ആ ആവശ്യത്തിൻ്റെ ആഴവും വൈകാരികതയും മനസ്സിലാക്കുന്ന തലപ്പത്തിരിക്കുന്ന ആൾക്കാർ വേണം. ഇതേ ഞാൻ റെഫർ ചെയ്തിട്ടുള്ളൂ. അല്ല, ഞാൻ അതിലേക്കല്ല വന്നത്. അപ്പോൾ മലയാള ഭാഷ എങ്ങനെയാണ് അടിച്ചേൽപ്പിക്കപ്പെടുന്നതെന്നല്ല, ജീവിതത്തിലേക്ക് ആവശ്യമായി, അത്യാവശ്യമായി, അനിവാര്യതയായി മാറുന്നത് എന്ന് നമ്മൾ ആ ഒരു ടെക്സ്റ്റിൽ നിന്ന് മനസ്സിലാക്കേണ്ടതാണ്. എന്തായാലും സബ്ജക്റ്റ് വിട്ട് ഞാൻ ഒട്ടും സംസാരിച്ചിട്ടില്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. മലയാളത്തിൻ്റെ പ്രസക്തി, ഞാനിന്ന് മലയാള സിനിമാ നടനാണ്. തമിഴിലോ തെലുങ്കിലോ കന്നഡത്തിലോ ഹിന്ദിയിലോ നിങ്ങൾ എൻ്റെ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ മലയാള സിനിമയിലെ അഭിനയ പ്രാവീണ്യം നേടിയത് കൊണ്ട് മാത്രമാണ്. മലയാളം സംസാരിച്ചുകൊണ്ട് എന്നിലെ കലാകാരനെ ഞാൻ പ്രദർശിപ്പിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഒരുപക്ഷെ എനിക്ക് ഏതറ്റം വരെ എത്താൻ സാധിച്ചോ അവിടം വരെ എത്താൻ സാധിച്ചത്. ഞാൻ എൻ്റെ അമ്മ മലയാളത്തെ നമിച്ചുകൊണ്ട് ഇത് ലോകമെമ്പാടുമുള്ള കുഞ്ഞുങ്ങൾ, ഇംഗ്ലീഷ് വായിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ശ്രീരാമസ്വാമി ക്ഷേത്രം തൃപ്രയാർ, അവിടുത്തെ കതിനവെടി പൊട്ടിക്കുന്നതിന് ഞാനും അവിടെ പോയി 100ഉം 1000ഉം ഒക്കെ കതിനയൊക്കെ കാശ് കൊടുത്ത് പൊട്ടിച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഐതിഹ്യം എനിക്കറിയില്ല. അത് ഇതിലൂടെ ഒന്ന് കണ്ണോടിച്ച് വായിച്ചപ്പോഴാണ് ചില വരികൾ തട്ടിയത്. അതിനകത്ത് അമ്പലപ്പുഴ വേലകളിയായാലും ശരി തന്നെ, വള്ളംകളിയുടെ ചരിത്രമായാലും ശരി, തൃശ്ശൂർ പൂരത്തിൻ്റെ ശക്തൻ തമ്പുരാൻ്റെ ചരിത്രമായാലും ശരി തന്നെ, ഇതെല്ലാം ആംഗ്ലേയത്തിൽ കുറിക്കപ്പെട്ടിരിക്കുന്നു. ഇതിൻ്റെ ഒരു അറിവ് എന്ന് പറയുന്ന വ്യാപ്തി, അല്ലെങ്കിൽ അറിവ് എത്തേണ്ട മേഖലയുടെ വ്യാപ്തി വല്ലാണ്ട് ഇത് വർദ്ധിപ്പിക്കുന്നത് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതിനെ സംബന്ധിച്ച് ഞാനൊന്ന് സൂചിപ്പിക്കാം. ശ്രീരാമസ്വാമിയെ തൃപ്രയാർ ചെന്ന് വെല്ലുവിളിച്ചുകൊണ്ട് കതിന മുഴുവൻ ആ ജലത്തിലേക്ക് എടുത്തെറിഞ്ഞ ടിപ്പുവിനെ ഞെട്ടിച്ചുകൊണ്ട് വെള്ളത്തിന് അടിയിൽ കിടന്നുകൊണ്ട്, ജലത്തിനടിയിൽ കിടന്നുകൊണ്ട് ആ കതിനകൾ മുഴുവൻ പൊട്ടിത്തെറിച്ചെങ്കിൽ ആ ചരിത്രം ലോകമറിയണം, അല്ലേ? അതൊരു കടങ്കഥയൊന്നുമല്ല, ഒപ്പിച്ച കഥയൊന്നുമല്ല, അത് ലോകം അറിയണം. ഇങ്ങനെയുള്ള എത്രയോ ചേരമാൻ പെരുമാളും ഇതിനകത്തുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം, അല്ലേ? കേരളത്തിലെ മതേതരത്വത്തിൻ്റെ ആദ്യത്തെ ചിഹ്നം വിളി, ഒരുപക്ഷെ മുസ്ലിംസൊക്കെ നിലനിൽക്കുന്നത് ഈ ഐതിഹ്യങ്ങളിൽ നിന്നാണ്, അല്ലേ? ഐതിഹ്യം എന്ന് പറയുന്നതിൻ്റെ സത്യാംശത്തിൽ നിന്ന്. ഒരുപാട് ദൂരം സംസാരിച്ചു എന്നൊരു സംശയം. കാരണം ഇതിനേക്കാൾ മിടുക്കനായിട്ട് വേണുചേട്ടൻ നന്നായി സംസാരിക്കുമെന്ന് എനിക്കറിയാം. പ്രത്യേകിച്ച് സാഹിത്യവുമായി ബന്ധപ്പെട്ട വർത്തമാനമാകുമ്പോൾ തീർച്ചയായിട്ടും ഡിപ്ലോമാറ്റിക് ഏരിയാസിലും അത് അദ്ദേഹത്തിൻ്റെ സബ്ജക്റ്റാണ്, പ്രാവീണ്യം നേടിയ ആളാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ സംസാരത്തിലേക്ക് ഞാൻ വഴിമാറിക്കൊടുക്കുന്നു. എനിക്ക് 4 മണിക്കെങ്കിലും വന്ന് പോകേണ്ട അത്യാവശ്യമുണ്ട്. ഇപ്പം 4:05 എന്നാൽ ഒരു 5 മിനിറ്റ് ഞാനൊന്ന് കേട്ടിട്ട് ഞാൻ ഈ ഫംഗ്ഷനിൽ നിന്ന് പുറത്തേക്ക് പോകും. എല്ലാവർക്കും എൻ്റെ സ്നേഹം. എല്ലാവരും ഈ എഴുത്ത് അംഗീകരിക്കട്ടെ, അറിവിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് പെൻഗ്വിൻ റാൻഡം ഹൗസിനും ശ്രീകുമാരി അമ്മയ്ക്കും ഭാവുകങ്ങൾ നേരുന്നു, പ്രാർത്ഥിക്കുന്നു. കൂടുതൽ രചനകൾ ഉണ്ടാവട്ടെ, മലയാളത്തിലായാലും ആംഗ്ലേയത്തിലായാലും. നന്ദി, നമസ്കാരം.